ജനാർദ്ദനക്കുറിപ്പാണ്. നമുക്ക് വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ളതിൽ ഖേജരി സിദ്ധി, ഈശത്വപ്രാപ്തി നേരത്തെ പറഞ്ഞതാണ്. മനസ്സ് സ്ഥിരമാകാത്തിടത്തോളം കാലം ഉത്തമമായ സിദ്ധി എങ്ങനെയാണ് കിട്ടുക? പഞ്ചേന്ദ്രിയങ്ങളെ തൻ്റെ വരുതിയിലാക്കി വളരെ ശ്രമിച്ച് ധീരത കൊണ്ട് വായുധാരണം ചെയ്തുകൊണ്ടിരുന്നാൽ 1 മാസം കൊണ്ട് ഈശത്വം പ്രാപിക്കാൻ കഴിയും. അങ്ങനെയുള്ള സാധകന് വിശ്വാസവും പോലും ദോഷമില്ലാതെ കുടിക്കാൻ കഴിയും. ഖേജരി സിദ്ധി 3 മാസം ഇങ്ങനെ സ്ഥിരമായി അഭ്യാസം ചെയ്താൽ ഇന്ദ്രിയങ്ങൾ സ്ഥിരമായി തീരും. അതുകൊണ്ട് അഥമ പ്രാണായാമ സിദ്ധി കൈവരും. ഇതേ വിധം തുടർന്നാൽ 4 മാസം കൊണ്ട് ആകാശഗമനം ചെയ്യാവുന്ന ഖേജരി സിദ്ധി കൈവരും. ഇത് അനിശ്ചിതമാണെന്നും അറിയണം. ഗാമിനി സിദ്ധി, വീരഭാവസിദ്ധി. സ്ഥിരാസനത്തിലിരുന്ന് ആനന്ദചിത്തനായി പ്രാണായാമം ചെയ്യുന്നതിന് യഥാർത്ഥ ഗാമിനി സിദ്ധി കൈവരും. ആ സാധൻ വേഗം തന്നെ വീരഭാവത്തെ പ്രാപിക്കുകയും ചെയ്യും. ഈ വായുവി ശക്തി അനന്തസ്വരൂപിണിയാണ്. രോമസമൂഹ കൂപങ്ങളിൽ സാധകന് മഹാസുഖം പ്രദാനം ചെയ്യുന്നു, സൗഖ്യം നൽകുന്നു, ഗതിചാഞ്ചല്യം പ്രദാനം ചെയ്യുന്നു, ജയം നൽകുന്നു, അന്ധകരണത്തിൽ സ്ഥിരത നൽകുന്നു, ശാസ്ത്രജ്ഞാനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ആനന്ദരസപ്രാപ്തി, രചനാ സാമർഥ്യം. 6 മാസം വരെ യോഗാസനം ചെയ്ത് ശരീരത്തെ പാകമാക്കണം. വായുവിൻ്റെ ശ്രമം കൊണ്ട് ആനന്ദരസം പ്രാപ്തമാകും. പിന്നീട് യോഗഭാവത്തെ ഉപേക്ഷിച്ച് ആഗമങ്ങളെയും മന്ത്രതന്ത്ര ശാസ്ത്രങ്ങളിൽ രചനകളും വരെ സമർത്ഥനാകും. അങ്ങനെ നമ്മൾ പറഞ്ഞു. ഇതിനെയും സ്ഥിരമനസ്സിനെ സ്ഥിരപ്പെടുത്തുന്നത്. സാധകൻ ഈ ഭൂലോകത്ത് എന്ത് നേട്ടമുണ്ടാക്കിയാലും മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്ന അഭ്യാസങ്ങൾ തുറന്നു ചെയ്യുന്നില്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടും എത്ര ഉയരത്തിലെത്തിയാലും നരകീയ മനുഷ്യനെ പോലെ താഴെ വീണു പോകും. അതിനാൽ മനസ്സിനെ സ്ഥിരമാക്കുക. വളരെ വിധത്തിൽ 8 വിധമുള്ള സ്ഥിതികൾ നേടുന്നതിന് പ്രാപ്തമാകും. കാമനകളിൽ മുഴുവനും സാധ്യമാവുകയില്ല. യോഗമാർഗത്തിൻ്റെ ദുർഗമത. സാധകൻ സ്ഥിരമായി യോഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. തൻ്റെ ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും ശിക്ഷ നൽകിക്കൊണ്ടിരിക്കണം. അപ്പോൾ മഹാസിദ്ധിക്ക് കാരണമാകും. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. ഈ യോഗമാർഗം വളരെ ദുർഗമമാണ്. സംവത്സരം മുഴുവൻ ധർമാചരണം ചെയ്തുകൊണ്ടിരിക്കണം. പൂരകം. ആദ്യമായി പൂരക പ്രാണായാമം ചെയ്യണം. ആദ്യം ബ്രഹ്മാവിനെയും പിന്നീട് അംബികയെയും പൂജിക്കണം. മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചതുർദള കമലത്തിൽ മൂലാധാരത്തിൽ തൻ്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്തി സാധകന ചന്ദ്രരൂപത്തിലുള്ള വായുവിനെ വലിച്ച് പിടിക്കണം. അശ്വിനി മുദ്ര ചെയ്യണം. പിന്നീട് ആ കുണ്ടലിനി രൂപമായ സൂര്യാഗ്നിയിൽ ചന്ദ്രൻ അമൃതത്തെ ഹോമിക്കണം. വജ്രോളി മുദ്ര ചെയ്യണം. എന്നിട്ട് കുംഭകം ചെയ്യണം. മന്ത്രം ജപിക്കണം. ശിവമന്ത്രമോ ഗണേശമന്ത്രമോ ആകാം. കുംഭകം എല്ലാ സത്വങ്ങളിലും അധിഷ്ഠിതമാണ്. എല്ലാ വിജ്ഞാനങ്ങളിലും ഉത്തമമാണ്. വായുവി ശക്തിയുടെ പൂർണ്ണരൂപത്തെ യോഗികൾ ധാരാളമായി പ്രശംസിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും നിർമ്മല തേജസ്സോടുകൂടി സത്വത്തിൽ കുംഭക പ്രാണായാമം ചെയ്യുന്ന സാധകൻ മഹാപ്രളയത്തിൻ്റെ സാരത്തിൻ്റെ നിർമ്മർമ്മജനായിത്തീരും. രേചക പ്രാണായാമം ശിവനോട് പ്രാപിച്ചതാണ്. അത് തമോ ഗുണമായ മനസ്സിനെ അവനവനിൽ തന്നെ ലയിപ്പിക്കുന്നതാണ്. ഇത് എല്ലാം മൃത്യുരൂപ കുലത്തിൻ്റെ സ്ഥാനമാണ്. ധർമ്മത്തിൻ്റെ ഫലങ്ങളിൽ വ്യാപ്തമാണ്. മൂലാധാരത്തിൽ തന്നെ രേചകം ചെയ്യണം. അതാതിടത്ത്. രേചക വിശേഷം. ഇടയ്ക്കുണ്ടാകുന്ന ചഞ്ചലത്തെ രേചകം ദൂരെ കളയുന്നു. രേചകം ചാഞ്ചല്യത്തെ ലയിപ്പിക്കുന്നു. രേചകം കൊണ്ട് പരമോദം നേടുന്നു. സാധാരണ സാധകൻ പോലും രേചകം കൊണ്ട് സിദ്ധി നേടുന്നു. രേചകം കോടിക്കണക്കിന് അഗ്നിജ്വാല കൊണ്ട് ഉജ്ജ്വലമാണ്. ഇത് 12 വിരൽ മധ്യത്തിൽ ഇരിക്കുന്നതാണ്. ഇതിൽ ശ്രദ്ധിച്ച് ബാഹ്യലയത്തിൽ ചെയ്യണം. ഇത് എല്ലാവിധ പുണ്യങ്ങളിൽ നിന്നും ഉള്ള ഉൽപ്പന്നമാണ്. ഇത് സമസ്ത ലോകങ്ങളും ചന്ദ്രനിൽ വ്യാപ്തമാണ്. രേചകാഗ്നി വായുവിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിധം വായുവി കലയെ ശശാങ്ക ജീവരൂപത്തിൽ കുടിച്ച് അയാൾ എല്ലാ കാലത്തും ജീവിക്കും. മൂലബന്ധം കൊണ്ടുള്ള അഗ്നി ഈ വായുവിനെ വേഗത്തിൽ ഉജ്ജ്വലിപ്പിക്കുന്നു. ഇതെല്ലാറ്റിനും ഉത്കൃഷ്ടമാണ്, ഹോമമാണ്. ഇങ്ങനെ ചെയ്യുന്ന സാധനം ഒരിക്കലും മൃത്യുവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. കുംഭകം. വായുവിനെയും രേചകാഗ്നിയെയും യോജിപ്പിക്കുന്ന കുംഭകം പ്രഥമമായ തത്വത്തിൻ്റെ സാധനയാണ്. കുടം പോലെയുള്ള കുംഭകം ചെയ്ത് സാധകൻ അഥർവവേദത്തിൽ പറഞ്ഞിട്ടുള്ള യോഗിനി ദേവി ധ്യാനിക്കണം. ആജ്ഞാചക്രത്തിലെ ധ്യാനം. ഈ അഥർവം അനന്തമായ ഭാനങ്ങൾ ഉള്ളതാണ്. സദാശിവൻ്റെ സമസ്ത സൃഷ്ടിയിലും ശോഭിതമാണത്. അതിൻ്റെ ശക്തിചക്രത്തിൻ്റെ ക്രമത്തിൽ മന്ത്രവേദ സാധകൻ ധ്യാനിക്കണം. ആജ്ഞാചക്രത്തിൽ 4 പത്രങ്ങളുള്ള കമലമുണ്ട്. ഈ ചതുർദള കമലത്തിൻ്റെ നടുവിൽ കോശത്തിൽ അഥർവര യോഗിനിയുടെ സമാധി രൂപത്തിൽ വെച്ച് മനസ്സുകൊണ്ട് ധ്യാനിക്കണം. ആജ്ഞാചക്രത്തിലെ ദ്വാരക്കാഴ്ച. പിന്നീട് ഏറ്റവും മുകളിലെ ദളങ്ങളിൽ ജഗത്തിൻ്റെ ഈശ്വരനായ അച്യുതൻ്റെ ദർശനം ഉണ്ടാകുന്നു. ഇത് നിത്യവും സൂക്ഷ്മവും സുഖോദയവുമാണ്, സ്വരൂപമുള്ളതാണ്. ഇത് ആജ്ഞാചക്രത്തിലെ എല്ലാ ദളങ്ങളെയും ശുദ്ധി ചെയ്യുന്നതാണ്. അതിന് ഗന്ധർവം എന്ന് പേര് വിളിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ ജ്യോതിഷചക്രമുണ്ട്. അതിലൊരു ഉത്തമമായ ദ്വാരമുണ്ട്. അതിനെ യോഗമാർഗത്തിൽ അറിയണം. ബാഹ്യദൃഷ്ടി കൊണ്ട് കമലത്തെ കാണുന്നത് പോലെ ഈ ദ്വാരത്തിൻ്റെ കാഴ്ചയും ഉണ്ടാകുന്നു. ബ്രഹ്മജ്ഞാനിയായ സാധകൻ സമയാനുസാരം സിദ്ധി നേടുന്നു. ഇതിന് കൗളമാർഗം ആശ്രയിക്കണം.
അവിടെ മഹാവിദ്യയുടെ ദർശനമുണ്ടാകും. മഹാവിദ്യ കോടിക്കണക്കിന് സൂര്യൻ്റെ ജ്വാലമേള കൊണ്ട് വ്യാമം. ബുദ്ധ വസിഷ്ഠ വൃത്താന്തം. മഹാമുനിയായ വസിഷ്ഠൻ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അദ്ദേഹം മഹാവിദ്യയുടെ ദർശനത്തിനായി മന്ത്രജപം തുടങ്ങി. 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും നേടാതെ ക്രുദ്ധനായി. അപ്പോൾ ബ്രഹ്മ യോഗമാർഗത്തിൽ ശ്രമിക്കുവാൻ ഉപദേശിച്ചു. ആ വഴിക്കും 1000 വർഷം ചെയ്തിട്ടും ദേവി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സാധന ആഗ്രഹിക്കുന്നെങ്കിൽ അഥർവേദത്തിൽ മഹാചീന ബൗദ്ധദേശത്തിൽ ചെല്ലാൻ ഉപദേശിച്ചു. അവിടെ നിന്ന് വസിഷ്ഠൻ ബുദ്ധനെ കണ്ട് കവളമാർഗം ഉപദേശിക്കാൻ അഭ്യർത്ഥിച്ചു. ഇതിന് മറുപടിയായി ബുദ്ധൻ നിയമങ്ങൾ പറഞ്ഞു. ധീരവും വിവേകവും നേടി സാധകൻ പവിത്രം നേടണം. പശുപാതത്തിൽ മനസ്സിനെ നിയന്ത്രിക്കണം. തനിയെ ജനങ്ങളില്ലാത്ത കാട്ടിൽ വസിക്കണം. കാമക്രോധ ദോഷങ്ങളിൽ നിന്ന് നിൽക്കണം. ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്ത് യോഗാഭ്യാസം ചെയ്യണം. യോഗശിക്ഷയിൽ ദൃഢതയ്ക്ക് വേണ്ടി നിയമങ്ങൾ വയ്ക്കണം. നിരന്തരമായ വേദമാർഗത്തിൽ വേദാർത്ഥത്തിൽ നിപുണത നേടണം. ഈ വിധത്തിൽ പ്രാണായാമം കൊണ്ട് തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് പരിശ്രമിക്കണം. എന്നാൽ യോഗാഭ്യാസം കൊണ്ടുള്ള വിയർപ്പിനെ ഭസ്മാക്കാൻ കഴിയും. ഇത് അധമാവസ്ഥയാണ്. തുറന്നുള്ള പരിശ്രമം കൊണ്ട് മധ്യമായ കൽപ്പം നേടും. ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകാനുള്ള കഴിവുകളുണ്ടാകും. പ്രാണായാമം കൊണ്ട് മനുഷ്യൻ യോഗേശ്വരനായ സിദ്ധികൾ നേടുന്നു. നമഃ ശിവായ.